കോഴിക്കോട് കോട്ടപ്പറമ്പ് ആശുപത്രിയിൽ പുതിയ കെട്ടിടം പണിയാൻ മണ്ണ് മാറ്റുന്നതിനിടെ അപകടം. അമ്മയും കുഞ്ഞും ഹോസ്പിറ്റലിന്റെ കാന്റീൻ പേവാർഡ് മതിലിന്റെ ഒരു ഭാഗം പൂർണ്ണമായും ഇടിഞ്ഞു. മുമ്പേ ഇവർ ബിൽഡിംഗ് എടുക്കേണ്ട ആവശ്യത്തിലേക്ക് ഇവിടുന്ന് മണ്ണ് എടുക്കുകയുണ്ടായി. ആ മണ്ണ് എടുത്ത സമയത്ത് അതിശക്തമായ മഴ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ചുമര് ആ സമയത്താണ് ഇവർ മണ്ണെടുക്കലിൻ്റെ അശാസ്ത്രീയപരമായിട്ടുള്ള മണ്ണെടുക്കലിൻ്റെ പരമായിട്ടാണ് ഈ ചുമര് ഇടിഞ്ഞു വീണത്. ഇന്ന് ഇവരതിൻ്റെ പണി തുടങ്ങുന്ന സമയത്താണ് ക്യാൻറ്റീൻ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നത്. അപ്പം ഇനി അടുത്ത പേവാർഡിനും കൂടി ബാധിക്കും. അതുകൊണ്ട് അടിയന്തരമായി ഈ സെപ്റ്റ് വാൾ കെട്ടി 24 മണിക്കൂർ കൊണ്ട് ഇതിൻ്റെ കണ്ടീഷൻ വരുത്തിയിട്ടില്ലെങ്കിൽ മഴ പെയ്താൽ വലിയ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രമ്യ ദാസ് നൽകും വിവരങ്ങൾ. രമ്യ, പറയാം വിശദാംശങ്ങൾ എങ്ങനെ? ആരുണ്യ, ഇന്ന് ഏകദേശം ഉച്ചയ്ക്ക് 12:30യോടെയാണ് ഈ കോട്ടപ്പറമ്പ് അമ്മയും കുഞ്ഞും ആശുപത്രിയിലെ സംരക്ഷണ ഭിത്തി, പുറകുവശത്തുള്ള സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീഴുന്നത്. അതായത് ഈ ആശുപത്രിയിലെ കെട്ടിടത്തിൻ്റെ സമീപത്ത് ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമുണ്ട്. ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഏകദേശം ഒരു മാസങ്ങൾക്ക് മുമ്പ് മണ്ണെടുക്കൽ നടന്നിരുന്നു. അന്നും ഇതുപോലെ തന്നെ ഈ കെട്ടിടത്തിൻ്റെ സംരക്ഷണ ഭിത്തി, ആശുപത്രിയോട് ചേർന്നുള്ള സംരക്ഷണ ഭിത്തി ഇടിഞ്ഞിരുന്നു. ഇന്നും അതിനെ തുടർച്ചയായിട്ടുള്ളൊരു ഇടിച്ചിലാണ് ഇന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതായത് ആദ്യഘട്ടത്തിൽ ഈ ഒരു മാസം മുൻപ് നിർമ്മാണ പ്രവർത്തിക്കായി ഈ സ്വകാര്യ വ്യക്തി ഇവിടെ മണ്ണെടുത്തപ്പോഴായിരുന്നു ഈ ആശുപത്രിയോട് ചേർന്നുള്ള സംരക്ഷണ ഭിത്തിയുടെ ഒരു ഭാഗം തകർന്നു വീണത്. അന്ന് തന്നെ ഉദ്യോഗസ്ഥരെല്ലാം ഇടപെട്ട് ഒന്നുകിൽ ഈ സംരക്ഷണ ഭിത്തി ഉറപ്പാക്കിയ ശേഷം സംരക്ഷണ ഭിത്തി ശക്തിപ്പെടുത്തിയതിനു ശേഷം മാത്രമേ മണ്ണെടുക്കാൻ പാടുള്ളൂ എന്നുള്ളത് ആശുപത്രി സൂപ്രണ്ടും അതുപോലെ തന്നെ മറ്റു ഉദ്യോഗസ്ഥരും ഇടപെട്ട് തീരുമാനമെടുത്തിരുന്നു. അതിനെ തുടർന്നാണ് ഈ കഴിഞ്ഞ ദിവസം മുതൽ വീണ്ടും അവിടെ ഒരു മണ്ണെടുപ്പ് ഉണ്ടാകുന്നത്. ഇന്നാണ് ഇത്തരത്തിൽ വീണ്ടും മണ്ണെടുത്തപ്പോൾ ഈ JCB ഉപയോഗിച്ചായിരുന്നു മണ്ണെടുപ്പ് എന്നുള്ളതാണ് നമുക്ക് കൗൺസിൽ ഉൾപ്പെടെ സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഇത്തരത്തിൽ മണ്ണെടുത്തപ്പോൾ അവിടെ ആവശ്യത്തിന് ഉദ്യോഗസ്ഥരും മറ്റും ഉണ്ടായിരുന്നില്ല. അശാസ്ത്രീയമായ രീതിയിലായിരുന്നു ഇത്തരത്തിൽ മണ്ണെടുപ്പെല്ലാം നടന്നിരുന്നു എന്നും ഇവർ പറയുന്നുണ്ട്. അത്തരത്തിൽ മണ്ണെടുത്തപ്പോൾ വീണ്ടും ഈ ആശുപത്രി കെട്ടിടത്തിനോട് ചേർന്നുള്ള ഭാഗം കൂടി ഈ സംരക്ഷണ ഭിത്തി തകർന്നു വീണു. അതോടൊപ്പം തന്നെ ആശുപത്രി കെട്ടിടത്തിനോട് ചേർന്ന് ക്യാൻറ്റീൻ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൻ്റെ അടിവശം തറഭാഗത്ത് നിന്നും കുറച്ച് ഭാഗം മണ്ണും കൂടിയാണ് ഇപ്പോൾ തകർന്നു വീണിട്ടുള്ളത്. കൂടാതെ തന്നെ ഏകദേശം 30 മീറ്ററോളം സംരക്ഷണ ഭിത്തിയും തകർന്നു വീണിട്ടുണ്ട്. നിലവിൽ ഈ ആശുപത്രി ക്യാൻറ്റീനോട് ചേർന്ന് തന്നെയാണ് പേവാർഡ് പ്രവർത്തിച്ചിരുന്നത്. എന്നാലും ഈ പേവാർഡിലെ ബിൽഡിങ്ങിനും വലിയ തോതിൽ തന്നെ വിള്ളൽ വന്നിട്ടുണ്ട്. കോഴിക്കോട് കോട്ടപ്പുറത്താണ് ആശുപത്രിയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണതിൽ രമ്യ ദാസാണ് വിശദാംശങ്ങൾ നൽകിയത്.